എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. IDFC ബാങ്ക് നൽകുന്നൊരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണായ ഫസ്റ്റ് മണി സ്മാർട്ട് പേഴ്സണൽ ലോണിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു നൂതനമായ വായ്പാ പദ്ധതിയാണ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ സ്മാർട്ട് പേഴ്സണൽ ലോൺ. 730-ന് മേലെ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കാണ് ഇവർ 10 ലക്ഷം രൂപ വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ക്രെഡിറ്റ് ലൈൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 6 ലക്ഷം ലോൺ അപ്രൂവൽ കിട്ടിയതിൽ നിങ്ങൾ 4 ലക്ഷമാണ് വിത്ഡ്രോ ചെയ്യുന്നതെങ്കിൽ 4 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് അടച്ചാൽ മതിയാകും. ഇതിന്റെ പ്രധാന ഫീച്ചേഴ്സ് നോക്കാം. സീറോ ഫോർക്ലോഷർ ചാർജ്. ലോൺ കാലാവധിക്ക് മുമ്പ് മുഴുവൻ തുകയും തിരിച്ചടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അധിക ഫീസും ഈടാക്കില്ല. ഇത് ഒരു വലിയ നേട്ടമാണ്, കാരണം മിക്ക ബാങ്കുകളും ഇതിന് പിഴ ഈടാക്കാറുണ്ട്. ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഓപ്ഷൻസ്. നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി തിരഞ്ഞെടുക്കാം. 9 മാസം മുതൽ 5 വർഷം വരെയാണ് സാധാരണയായി തിരിച്ചടവ് കാലാവധി ലഭിക്കുന്നത്. സ്വിഫ്റ്റ് ഡിസ്ബർസൽ. ലോൺ അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനാണ്. ഫിസിക്കൽ ഡോക്യുമെന്റുകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് അപേക്ഷാ നടപടികൾ വളരെ ലളിതവും വേഗത്തിലുമാക്കുന്നു, കൂടാതെ ലോൺ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിസ്ബർസ് ചെയ്യുന്നു. എളുപ്പത്തിൽ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള സൗകര്യം. ഒരു തവണ ലോൺ എടുത്ത വ്യക്തിക്ക് ഭാവിയിൽ വീണ്ടും പണം ആവശ്യമായി വന്നാൽ അധിക ലോണിനായി വീണ്ടും ആദ്യം മുതൽ അപേക്ഷിക്കേണ്ടതില്ല. ലളിതമായ കുറച്ച് ക്ലിക്കുകളിലൂടെ തന്നെ അധിക തുക അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. കൊളാറ്ററൽ ആവശ്യമില്ല. ഇത് ഒരു അൺസെക്യൂർഡ് ലോൺ ആയതുകൊണ്ട് വീട്, കാർ, സ്വർണം പോലുള്ള വസ്തുക്കൾ ഈടായി നൽകേണ്ടതില്ല. ആർക്കൊക്കെ അപേക്ഷിക്കാം? സാലറീഡ് എംപ്ലോയീസ് ആയിട്ടുള്ളവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ ലോണിനായി അപേക്ഷിക്കാം. നിങ്ങളുടെ പ്രായം, മാസവരുമാനം, ക്രെഡിറ്റ് സ്കോർ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് ലോൺ തുക, പലിശ നിരക്ക് എന്നിവ നിശ്ചയിക്കുന്നത്. അപേക്ഷിക്കേണ്ടത് എങ്ങനെ? IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി അപ്ലൈ ചെയ്യാം. ആവശ്യമായ വിവരങ്ങൾ ഓൺലൈനായി നൽകി അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. തുടർന്ന് വീഡിയോ KYC പോലുള്ള നടപടികളിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ വേരിഫൈ ചെയ്യും. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ലോൺ എമൗണ്ട് ഡിസ്ബർസ് ചെയ്യുന്നതാണ്. ഈ ലോണിന്റെ ചാർജുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവയെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ലോൺ എടുക്കുക. കൂടാതെ ലോണിനായി അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ നൽകാൻ ശ്രദ്ധിക്കുക. ഇതൊരു പേഴ്സണൽ ലോൺ ആയതിനാൽ തന്നെ എല്ലാവർക്കും ഈ ലോൺ ലഭിക്കണമെന്നില്ല. നല്ല സിബിൽ സ്കോറും റീപേയ്മെന്റ് ഹിസ്റ്ററിയും വേണ്ടിവരും. ലോൺ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക.